നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് 6 കിലോമീറ്ററിലധികം നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ബനാറസ് അഥവാ കാശി. ഇവിടെ 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രമുഖ സ്ഥാനമുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം. വിശ്വനാഥ ജ്യോതിർലിംഗത്തിൽ ഒറ്റത്തവണ ദർശനം നടത്തുന്നത് മറ്റു 11 ജ്യോതിർലിംഗങ്ങളുടെ ദർശനത്തിന് തുല്യമാണെന്നാണ് വിശ്വാസം. ചെറിയ ഒരു ശിവലിംഗം, മനോഹരമായ സാളഗ്രാമശില. പലതവണ തകർക്കപ്പെട്ടിട്ടും ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമായി കാശി വിശ്വനാഥ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. ആക്രമണങ്ങൾക്കും കൊള്ളയ്ക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും ഇരയായ ക്ഷേത്രം ഓരോ തവണയും പൂർവാധികം ശക്തിയോടെ പുനർജനിച്ചു. കുത്തബുദ്ദീൻ ഐബക് മുതൽ റസിയ സുൽത്താന, ജൗൻപൂരിലെ ഷാർഖി രാജാക്കന്മാർ, സിക്കന്ദർ ലോധി, ഔറംഗസേബ്, അങ്ങനെ എത്ര പേരാണ് ഈ പുണ്യക്ഷേത്രത്തെ പല കാലങ്ങളിലായി നശിപ്പിച്ചത്. വിശ്വാസികളെ കരുണയോടെ കാക്കുന്ന, ആത്മാക്കളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ശിവൻ, അതാണ് കാശിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പുനർജനിക്കാതിരിക്കാനാവില്ലല്ലോ. ഇവിടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയാൽ പരേതർക്ക് മോക്ഷം ലഭിക്കുമെന്നും ശിവലോക പ്രാപ്തി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. വാരാണസിയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാശി വിശ്വനാഥന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശിവൻ ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടുവെന്ന് കരുതപ്പെടുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ നമ്മളെ ഓരോരുത്തരെയും അതിശയിപ്പിക്കും. വ്യത്യസ്ത വാസ്തുവിദ്യകളുടെ സമന്വയമാണ് ഇവിടെ കാണുന്നത്. കെട്ടിടത്തിന് മുകളിലുള്ള ഒരു ശിഖരം, സ്വർണ്ണ താഴികക്കുടം, തൃശൂലവും പതാകയുമുള്ള സ്വർണ്ണഗോപുരം, അങ്ങനെ പോകുന്നു നിർമ്മാണം. മനോഹരമായ കൊത്തുപണികൾ നമ്മുടെ കലാകാരന്മാരുടെ വൈദഗ്ധ്യം വിളിച്ചോതുന്നു. ചതുരാകൃതിയിലുള്ള പ്രധാന ക്ഷേത്രത്തിനു ചുറ്റും മറ്റു ദൈവങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ചെറിയ ആരാധനാലയങ്ങളും ഉണ്ട്. ലോകമുണ്ടായപ്പോൾ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ കാശി നഗരത്തിൽ പതിച്ചുവെന്നാണ് വിശ്വാസം. അതിനാൽ ലോകാവസാനം സംഭവിച്ചാലും കാശി നഗരത്തിന് ഒന്നും സംഭവിക്കില്ലത്രേ.